1993 മെയ് 8-ന് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി ജഗദീഷ് ടൈറ്റിലറാണ് കൊല്ലം കോട്ടപ്പുറം ജലപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. 20 വർഷത്തിനിടെ യാതൊരു പ്രവർത്തനവും നടന്നില്ല. ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന നിലയിൽ കൊച്ചിക്കേറെ പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് കടലാസിൽ തുടരുന്നത്. അപകട സാധ്യതയുള്ള അമോണിയം, ഗ്യാസ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയ വസ്തുക്കളുടെ നീക്കത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമായാണ് ഈ പാതയെ അധികൃതർ വിശേഷിപ്പിക്കുന്നത്. വൈറ്റിലയ്ക്ക് സമീപം മരട് ജെട്ടിയിൽ കാർഗോ ഇറക്കുന്നതിനുള്ള 3 വിധം വലിയ ക്രെയിനുകളും കാർഗോ മൂവറുമുണ്ട്. ഇവയെല്ലാം തുരുമ്പെടുത്തു തുടങ്ങി. കൊല്ലം കോട്ടപ്പുറം ജലപാത യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്ത ഭാഗത്തായി ഈ കണ്ടെയ്നർ ഇറക്കുന്നതിനായി കോടികൾ മുടക്കി, ഒരു 20 വർഷത്തോളമായി കോടികൾ മുടക്കി ഈ സാമഗ്രികൾ ഇട്ടിരിക്കുന്നു. പക്ഷേ ഇതേവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. 206 കിലോമീറ്ററാണ് കൊല്ലം കോട്ടപ്പുറം ജലപാതയുടെ നീളം. പാത കടന്നു പോകുന്ന പല ഭാഗങ്ങളിലും പാലത്തിന് ആവശ്യമായ ഉയരമില്ല. പുതിയ പാലങ്ങൾ നിർമ്മിക്കുമ്പോഴും അധികൃതർ ഇക്കാര്യം അവഗണിക്കുകയാണ്. പാത യാഥാർത്ഥ്യമാവുമ്പോൾ പുതിയ പാലങ്ങൾ വരെ പൊളിച്ചു നീക്കേണ്ടി വരും. ഈ വർഷം ഒക്ടോബർ 31 മുമ്പ് ജലപാത യാഥാർത്ഥ്യമാവുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പഴയതുപോലെ വാഗ്ദാനങ്ങൾ ജലരേഖയായില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതാഗത രംഗത്ത് മാത്രമല്ല വ്യവസായ രംഗത്തും ഈ ജലപാത വിപ്ലവം സൃഷ്ടിക്കും. ക്യാമറ പേഴ്സൺ PP സലീമിനോടൊപ്പം JK അൻസാർ, മീഡിയ 1, കൊച്ചി.